ഹലോ, വെൽക്കം ടു 3 കോമറ്റ്സ്. അപ്പം ഞങ്ങൾ ഇന്ന് നിൽക്കുന്നതേ ഈ മരം കണ്ടോ? ഈ മരത്തിൽ നിന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ പറിച്ചിട്ടുണ്ട്. ആ സാധനം ഒന്ന് കാണിച്ചേ. ഇതാണ് അമ്പഴങ്ങ. പറഞ്ഞോ. ഇത് ഈ വർഷം നന്നായിട്ട് ഞങ്ങൾക്ക് കായ്ച്ചു കേട്ടോ. അതുകൊണ്ട് കാണിച്ചു തരാം. അപ്പം ഇന്നലെ മഴയെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു ചേട്ടനെ നിർത്തി പറപ്പിച്ചതാണ് കേട്ടോ ഇത്. അപ്പം അച്ചാറിടാന്ന് കരുതിയാണ് ഞങ്ങളിപ്പോൾ ഇത് പറിച്ചേക്കുന്നത്. ഇതിനെ കൊണ്ട് നല്ല സുന്ദരനായ ഒരു അച്ചാർ നമുക്ക് ഇടാം. അപ്പം അമ്പഴങ്ങയുടെ ഗുണങ്ങളൊക്കെ നമുക്ക് ആ സമയത്ത് പറഞ്ഞു തരാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇതാ നമ്മുടെ അമ്പഴത്തിൻ്റെ മരം കേട്ടോ. ഇതാണ് നമ്മൾ പറിച്ചെടുത്തത്. ഇനി നിൽക്കുന്നതൊക്കെ ചെറുതാണ്, പിഞ്ച്. അതാണ്ട് അതിൻ്റെ കാണാമല്ലോ നിങ്ങൾക്ക് അല്ലേ, കുഞ്ഞായിട്ട് നിൽക്കുകയാണ്. നമ്മൾ പറിച്ചതെല്ലാം നല്ല കറക്റ്റ് പരുവത്തിനുള്ളതാണ്. നമുക്ക് അതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ. അതിനാദ്യം തന്നെ നമുക്ക് ഈ അമ്പഴങ്ങയുടെ ഞെടുപ്പ് കളഞ്ഞിട്ട് വാഷ് ചെയ്തെടുക്കാം. ചിലതിലൊക്കെ ചതവുണ്ട്, അതങ്ങ് മാറ്റാം നമുക്ക്. ചതവുള്ള ഏതാവും? ചതവുള്ള ഇത് കണ്ടോ, ഇങ്ങനെ ചതവുള്ളത് നമുക്കങ്ങ് കളഞ്ഞേക്കാം. ഇതെല്ലാം ചതവുള്ളത്, നമ്മൾ യൂസ് ചെയ്യത്തില്ല. നമ്മളിത് വാഷ് ചെയ്യുമ്പോഴേ നന്നായിട്ട് തിരുമ്മി കഴുകണം കേട്ടോ. കാര്യം ഇതിൻ്റെ മുകളിലൊക്കെ നല്ല പോലെ ഈ ഇല ഉണങ്ങിയിരിക്കുകയും അഴുക്കൊക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ ഓരോന്നും എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകണം. കഴുകുമ്പോൾ തന്നെ ഈ അടുപ്പിൻ്റെ ഇവിടെ ഒക്കെ നന്നായിട്ട് കഴുകണം, എന്നാലേ ആ കറയൊക്കെ ഉണ്ടെങ്കിൽ പോകത്തുള്ളൂ. ഇതേ ഒരു 2 പ്രാവശ്യമെങ്കിലും കഴുകണം കേട്ടോ. അച്ചാറിന് വേണ്ട സാധനങ്ങൾ ആദ്യം നമ്മൾ അതിൻ്റെ ഇഞ്ചി കുറച്ച് ചിരട്ടി വെച്ചിട്ടുണ്ട്. മമ്മിയാണ്ട് വെളുത്തുള്ളി പൊളിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാനാണ് നേരത്തെ അമ്പഴങ്ങ മുറിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് ഇച്ചിരി വലുപ്പമുള്ള അമ്പഴങ്ങ ആയതുകൊണ്ട് നല്ലപോലെ ചെറിയ പീസാക്കണം, എന്നാലേ നന്നായിട്ട് ഇത് പിടിക്കത്തുള്ളൂ. നമുക്കിത് കാണുമ്പോൾ ഇത് വലിയ മുറ്റാണെന്നൊക്കെ തോന്നും കേട്ടോ. പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആണ്, നല്ല കറക്റ്റ് പരുവത്തിനാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമുക്കിതുപോലെ ഇച്ചിരി 4 കഷ്ണങ്ങളാക്കിയാണ് ഒരു ഭാഗം നമ്മൾ മുറിച്ചെടുക്കുന്നത്. അങ്ങനെ അച്ചാറിന് വേണ്ട സർവ്വ സാധനങ്ങൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ അമ്പഴങ്ങ താണ്ടെ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില. അപ്പം ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട്. ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഞാൻ പാത്രം കത്തിച്ച് വെച്ച് നല്ലപോലെ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. ചൂടായതിലേക്ക് ഞാനത് ഏകദേശം ഒരു 200 ml ഞാൻ നല്ലെണ്ണ ഒഴിക്കുവാണ്. അങ്ങനെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് കടുകിട്ട് പൊട്ടിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇഞ്ചി കൊത്തി അരിഞ്ഞ് ഇഞ്ചി ഇടാം. ഒരു 2 സെക്കൻഡ് കഴിയുമ്പം നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇടാവേ. ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ഒരു പച്ച മണം മാറി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ അച്ചാർ പൂക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഞാൻ ഏകദേശം ബ്രൗൺ കളറൊന്നും ആയിട്ടില്ല. ഒരു പച്ചമുളകൊക്കെ മാറുമ്പോഴത്തേക്കും കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിൻ്റെ അകത്തോട്ട് ഇടാവേ. ഞാനൊരു 3-4 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. കാര്യം നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ നല്ല കരിവേപ്പില അതും കൂടി ചേർക്കാം. ഈ
ഇനി ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. അതിന് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂക്കുന്നതേ ഉള്ളൂ. ആ നേരത്തെ ഞാൻ ദാണ്ട് പൊടികളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പിരിയൻ മുളക് പൊടിയാണ്, പിന്നെ മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്. ഈ 4 സാധനങ്ങളാണ് നമ്മുടെ അച്ചാറിന് വേണ്ട പൊടികൾ. ഇതെല്ലാം നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഞാൻ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അല്പം വെള്ളം എടുത്ത് ഇതൊന്ന് കലക്കാം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോഴത്തേക്കും. ഞാൻ ഏകദേശം 1 കപ്പ് വെള്ളത്തോളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം ഈ അച്ചാർ ഉണ്ടാക്കാൻ. ഒരുപാട് വേണ്ട, കാര്യം ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ വെള്ളം ഒത്തിരി ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ ഈ അരപ്പ് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ കലക്കുവാണ്. നമ്മുടെ കരിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പൊടി ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. ഇനി എണ്ണയ്ക്കകത്ത് കിടന്ന് ഈ അരപ്പ് ഒന്ന് മൂക്കണം. ആ പച്ച മണവും ചുവയും എല്ലാം മാറാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് തന്നെ പച്ചമണമൊക്കെ മാറും കേട്ടോ. അല്ലാതെ നമ്മുടെ അരപ്പ് എണ്ണയ്ക്കകത്ത് നല്ലപോലെ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാൻ ആ മുളക് കലക്കിയ പാത്രത്തിൽ തന്നെയുള്ള വെള്ളം കലക്കിയാണ് ഒഴിക്കുന്നത്. ഏകദേശം ഒരു 3 കപ്പോളം വെള്ളമുണ്ട്. ഒത്തിരി അമ്പഴങ്ങ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഒഴിച്ചത്. ഇനി നന്നായിട്ട് തിളയ്ക്കണം. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോഴേ ഈ അമ്പഴങ്ങയ്ക്ക് ചെറിയൊരു പുളിയും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ആ പുളിയും പിന്നെ നമ്മളിട്ട മുളകിൻ്റെ ഉപ്പിൻ്റെ ഒക്കെ രുചിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ നമ്മൾ ചേർക്കണേ. നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന അമ്പഴങ്ങ അതിൻ്റെ അകത്തേക്ക് ഇടാൻ പോവാണേ. ഇനി അരപ്പിൻ്റെ അകത്ത് കിടന്ന് ഇതൊന്ന് തിളയ്ക്കണം. ഇത് വെന്ത് പോകാൻ പാടില്ല. വെന്ത് പോയ ഇതിൻ്റെ രുചിയും ഗുണവും എല്ലാം നഷ്ടപ്പെട്ടു പോകും കേട്ടോ. അതുകൊണ്ട് നമ്മൾ നല്ലപോലെ ഈ വെള്ളത്തിലോട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. തിളച്ച് കഴിഞ്ഞാൽ അന്നേരം തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കുക. പിന്നെ ആ ചൂടിലിരുന്ന് അതങ്ങ് വെന്തോളും. ഈ അമ്പഴങ്ങയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? ഇതിന്റെ ഇല മുതൽ വേര് വരെ ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഗുണങ്ങളിൽ അമൃതിനേക്കാൾ കേമനം എന്നാണ് ഈ അമ്പഴങ്ങ അറിയപ്പെടുന്നത്. ഇതിന്റെ ഇലയാണെങ്കിൽ പലതരം ത്വക്ക് രോഗങ്ങൾക്കുള്ള മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ വേരും അതുപോലെ തന്നെ യൂസ് ചെയ്യാറുണ്ട്, തൊലിയെ എല്ലാം. പിന്നെ ഈ അമ്പഴങ്ങ ആണെങ്കിലും അച്ചാർ മാത്രമല്ല കേട്ടോ, ഇത് ഉപ്പിലിടാം, ചമ്മന്തി അരയ്ക്കാം, ചിലർ ജാം ഉണ്ടാക്കുകയും സ്ക്വാഷ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പൊതുവേ ഇത് അച്ചാറാണ് ഉപയോഗിക്കുന്നത്. ചമ്മന്തി അരച്ചിട്ടുണ്ട്, പക്ഷെ അതിന് ഞങ്ങൾക്കൊക്കെ അച്ചാറാണ് കേട്ടോ ഇഷ്ടം. അപ്പൊ ഈ അമ്പഴങ്ങ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ അച്ചാറിടാൻ അറിയത്തില്ലല്ലോ എന്നൊക്കെ കരുതി ആരും അച്ചാറൊന്നും ഇടാതിരിക്കല്ലേ, ഇങ്ങനെ ഉണ്ടാക്കണം. ഇത് ആരോഗ്യത്തിന് നല്ലതാണ്, രുചികളിലും മുമ്പ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ചാർ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഈ സമയത്താണ് കേട്ടോ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള സാധനം കായപ്പൊടി. ഇതാണ് അച്ചാറിൻ്റെ രുചിയും മണവും എല്ലാം കൂട്ടുന്നത്. ഇത് നല്ലപോലെ വേണേ. മമ്മി എന്നാലും അതിൻ്റെ രുചിയൊക്കെ ഒന്ന് നോക്കുവാട്ടോ, എന്നെ പരുവാണോ. ഇനിയിപ്പോ നമുക്ക് ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനിയിപ്പോ വേറെ ഇതൊന്നുമില്ല, അനക്കാതെ വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ അച്ചാർ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. ഇത് കണ്ടോ, നല്ല കട്ട തൈരാണ്. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നല്ല അലുവ കഷ്ണം പോലെ ഇരിക്കും. ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇടുന്നുണ്ട്. എല്ലാവരും കാണണേ.